കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആരാണ് പ്രതി? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് ആശയക്കുഴപ്പത്തിലാണ്. നിലവിൽ കസ്റ്റഡിയിലുള്ളയാൾ കുറ്റം സമ്മതിക്കാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. ഇയാളുടെ DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനമാണുള്ളത്. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയും സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. സംശയം തോന്നിയ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതിക്രമം നടന്ന സ്ഥലത്തിന് സമീപത്ത് വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ക്യാമറയിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല. ഇതോടെ സമീപ പ്രദേശത്തെ കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ശാസ്ത്രീയ തെളിവുകളും പോലീസ് തേടുന്നുണ്ട്. ഫോറൻസിക് സംഘം കൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തി വീണ്ടും പരിശോധന നടത്തി. ഇതിനിടയിൽ പ്രതി എന്ന് സംശയിക്കുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള യുവാവിന് ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നില്ല എന്നാണ് വിവരം. സാഹചര്യ തെളിവുകളെല്ലാം ഇയാൾക്കെതിരാണെങ്കിലും ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. കണ്ണൂർ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ഇയാളുടെ DNA പരിശോധനാ ഫലം ലഭിക്കാൻ വൈകുന്നതും അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി P ബിജോയ്, ഡിവൈഎസ്പിമാരായ ബാലകൃഷ്ണൻ നായർ, CK സുനിൽകുമാർ, കാഞ്ഞങ്ങാട് DYSP എന്നിവരടങ്ങുന്ന 25ഓളം പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷണം നടത്തുന്നത്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ബുധനാഴ്ച പുലർച്ചെ 2:30 മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്.